ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശതാനന്ദ മഹർഷിയുടെ കൂടെ വന്ന് മഹാരാജാവ് ജനകൻ ഈ വിശ്വാമിത്ര മഹർഷിയെ നല്ലോണം സൽക്കരിച്ചു. വിശ്വാമിത്ര മഹർഷിയെ സൽക്കരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു, അദ്ദേഹത്തെ ഇരുത്തി. അപ്പം എന്നിട്ട് എന്താണ്ടായി വെച്ചാൽ അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം ചോദിച്ചു. അപ്പോൾ മഹർഷി ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ചേ ഇപ്പം എങ്ങനെയാണ് വരണത്, ഇപ്പോൾ ഏത് വഴിയൊക്കെയാണ് വരണത് ചോദിക്കൂലോ. നമ്മൾ ആ വഴിയെ വന്നത് അതല്ല, ബൈപ്പാസിൽ കൂടി വന്നില്ല ചദ്യം ഇങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു, 1-2 കിലോമീറ്റർ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അതേ ചോദിച്ചു എങ്ങനെയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ പല ദിക്കിലും പോയി നോക്കൂ. ഈ കുട്ടികളെ കണ്ടപ്പം പ്രത്യേകം ചോദിച്ചു, ഈ ഉണ്ണികളെ ഏതാ 2 എണ്ണം അത് ചോദിച്ചു. ജനക മഹാരാജാവ് ചോദിച്ചു. അപ്പം അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്ത് നോട്ടം വെച്ചിട്ടുണ്ട്, കുട്ടികളെ കണ്ടപ്പോൾ ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ട്. നല്ല മിടുക്കന്മാരാണേ, കണ്ടാൽ നോക്കി പോകും അങ്ങനത്തെ കുട്ടികളെ. അവരാണെങ്കിൽ അങ്ങനെ ഒരു എടുപ്പൊന്നും കാണിച്ച് മുമ്പിക്ക് ഇങ്ങനെ വന്ന് കാണിച്ചു കൂട്ടലൊന്നുമില്ല. അവരാ ഗുരുനാഥൻ്റെ പിമ്പിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് ഒതുങ്ങി നിൽക്കുക പറയാൻ ഒതുങ്ങണവരൊന്നും അല്ല, അവരെവിടെ ഒതുങ്ങുള്ളൂ. ആ മഹർഷിയുടെ മുമ്പിൽ തന്നെ അവരാ ഒതുക്കം കാണിക്കുള്ളൂ. നല്ല മിടുക്കന്മാരാണ്. എന്നാലും ഗുരുനാഥൻ്റെ മുമ്പിൽ കാണിക്കേണ്ട അടക്കം, നല്ല വിനയം, ഭാവം ഇതൊക്കെ ആയിട്ട് വന്ന കുട്ടികളായതുകൊണ്ട് അവരൊരു എടുപ്പൊന്നും കാണിച്ചില്ലേ. അപ്പോൾ ചോദിച്ചു എന്താ ഇപ്പം ഉണ്ടായത്, പറയുക ഞാൻ ഇങ്ങനെ പോകുന്നു. ആസനേ ഭഗവാൻ ആസ്താം ഗുരുനാഥ, അങ്ങ് കസേരമ്പിൽ ഇരിക്കുമോ, എന്നിട്ട് എന്താ വേണ്ടു വെച്ചാൽ ഞങ്ങൾക്കൊക്കെ വേണ്ട അനുഗ്രഹം തരൂ. അപ്പോൾ ജനക മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തേ ചെയ്തു വെച്ചാൽ പുരോഹിതനും പറയണ്ടല്ലോ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു സൽക്കരിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങോട്ട് ഇരുന്നിട്ട് എന്താ വെച്ചാൽ പറഞ്ഞു, അദ്യ യജ്ഞസമൃദ്ധിർമേ സഫലാ ദൈവതൈ കൃതാഞ്ജ. എൻ്റെ യജ്ഞമൊക്കെ ഇപ്പം ഒന്ന് കേമായി. ആര് പറഞ്ഞു, മഹാരാജാവ് പറഞ്ഞു. എന്താ കാരണം എന്നറിയുമോ, അങ്ങ് വന്നൂലോ പടക്കേ, ധന്യോസ്മി. എന്താ കാരണം, ധന്യോസ്മി എന്ന് പറഞ്ഞാൽ സന്തോഷമായി, സമാധാനമായി, കൃതാർത്ഥനായി, തൃപ്തിയായി എന്നർത്ഥം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പോരായ ഇങ്ങനെ തോന്നും. ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് തോന്നും, ഒക്കെ ഇങ്ങോട്ട് നേരെയായി. ഇപ്പോഴാണ് അതെന്തായത്, നേരെയായത്. എന്തായാലും സന്തോഷമായി കിട്ടുമോ. അനുഗ്രഹീതോസ്മി, വലിയൊരു അനുഗ്രഹം ഉണ്ടായത്. യസ്യമേ മുനി പുങ്കവ, അങ്ങ് പടക്കി വന്നില്ലേ. അങ്ങയുടെ ആ ഒരു പുറപ്പാട്, അതായത് അങ്ങൊരു യജ്ഞസ്വരൂപനായ ഭഗവാന്റെ മാതിരിയുള്ളൊരു മഹാത്മാവ് അങ്ങ് പടക്കി വന്നില്ലേ. ഏതായാലും സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഈ കുട്ടികളെ മനസ്സിലായില്ല, ഇത് ആരാത്, എവിടുത്തെയാവോ ഉണ്ണിയോളാ. അതല്ലേ പറയുന്നത്, ഇമൗ കുമാരൗ ഭദ്രം തേ ദേവതുല്യ പരാക്രമൗ ഗജസിംഹഗതി വീരൗ ശാർദൂല വൃഷഭോപമൗ. എന്തായാലും ഇതന്നെ കേട്ടാൽ അറിയാലോ കുട്ടികളെ കുറിച്ച് പറയുന്നതിൻ്റെ ഒരു ഭാഷ. കുട്ടികളെ ഏതാ 2 എണ്ണം മിടുക്കന്മാര്, ദേവതുല്യ പരാക്രമൗ. ഇത് കണ്ടാ ദേവന്മാരാന്നാ തോന്നണേ. മനുഷ്യന്മാരുടെ ഇടയിൽ ഇജ്ജാതി കുട്ടികളെ കണ്ടിട്ടില്ല. ആണോ ദേവന്മാരാവാനേ വഴിയുള്ളൂ. ഗജസിംഹഗതി പറഞ്ഞാൽ ഗജസിംഹഗതി അവരുടെ നടത്തം കണ്ടാൽ തന്നെ ഒരു ആന നടക്കണുണ്ടല്ലേ. എങ്ങനെ ആന നടക്കുക, ആനയുടെ നടത്തമൊക്കെ കണ്ടാൽ കുറച്ച് കാണാൻ മാത്രമുണ്ട്. ആന നടക്കുക വെച്ചാൽ ആന നട അതൊരു വലിയ എടുപ്പുള്ള നട, ആന നട. സിംഹം നടക്കുന്നത് എങ്ങനെയാണ്, അത് പാരാ കണ്ടത്. ആന നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അമ്പലത്തിലൊക്കെ. പിന്നാക്കം മുന്തി അങ്ങോട്ട് വരുമ്പോൾ ആന എത്തിയെ പോകുമ്പോൾ നമ്മൾ പിന്നിലേ കണ്ടു, മുമ്പെന്ന് പേടിയാണല്ലോ. അതുകൊണ്ട് ആനയുടെ നടത്തൊക്കെ നമുക്ക് പരിചയം. സിംഹം നടക്കുന്നത് മഹാകേമ കണ്ടിട്ടില്ലേ, ടി വിയിലൊക്കെ കാണാലോ, സിംഹം നടക്കുന്നതൊക്കെ കാണാലോ. അപ്പോൾ ഒക്കെ പണ്ടത്തെ മാതിരി ഒന്നുമില്ല. അപ്പോൾ എളുപ്പം എല്ലാവരും കാണും, അടുക്കളയിലിരുന്ന് കാണുന്നുണ്ടാരേ സിംഹത്തിനെയൊക്കെ. ഇപ്പോൾ സൗകര്യം കൂടിയ കാലമല്ലേ. സിംഹത്തിനൊരു വലിയ പ്രൗഢിയില്ല, അതിൻ്റെ ആ ഒരു എടുപ്പം നടപ്പൊക്കെ സിംഹങ്ങളുടെ നടത്തണ്ടല്ലോ, അതൊരു പ്രൗഢിയില്ല നടത്താൻ. ആനയുടെയും സിംഹത്തിൻ്റെയൊക്കെ ജാതി സമ്പ്രദായത്തിലൊരു വീരശൂരത്വം നിറഞ്ഞ നടത്താനുള്ള കുട്ടികളൊക്കെ. വീരവൂ ശാർദൂല വൃഷഭോമൗ. ശാർദൂലം പുലി, വൃഷഭം നല്ല കാളയുടെയും കടുവയുടെയൊക്കെ ഒരു ജാതിയും. കുട്ടികളുടെ ഒരു വീരതയും ശൂരതയും വെട്ടിപ്പും പ്രഭാവവും ആ കാഴ്ചയ്ക്ക് തോന്നണേ ആ ഒരു വലിയ മഹിമയൊക്കെ പ്രകാശിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞത്. പത്മപത്ര വിശാലാക്ഷൗ എന്ന് ചെന്തർത്ഥം,
താമരപ്പൂവിൻ്റെ മാതിരി നല്ല ഭംഗിയുള്ള കണ്ണാ കുട്ടികളൊക്കെ. പത്മഭദ്ര വിശാലാക്ഷൗ ഖഡ്ഗതൂണീർ ധനുർധരോ. ഖഡ്ഗം വാള, തൂണീച്ചാൽ ഈ അമ്പ് നിറയ്ക്കണേ ഈ ഓറയുണ്ടല്ലോ അതുണ്ട്. പിന്നെ ധനുർധരവും, ധനുസ് കയ്യിൽ, വില്ലുണ്ട് കയ്യിൽ. അശ്വിനാവിവരൂപേണ, കണ്ടാ തോന്നുന്നു അശ്വനീകുമാരന്മാരെ പോലെയുണ്ട്. എന്താ അശ്വനീകുമാരന്മാരെന്ന് പറയാൻ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാരാണ് അശ്വനീകുമാരന്മാർ. ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാ. കാമദേവനൊന്നുമല്ല കേട്ടോ വലിയ സുന്ദരൻ. നമ്മൾ വിചാരിക്കും കാമദേവനാണ് വലിയ സുന്ദരൻ എന്നല്ലേ. കാമദേവനേക്കാളും സുന്ദരന്മാരാണ് ആര്? അശ്വനീകുമാർ. മഹാസുന്ദരന്മാരാണ്. ഈ കാമദേവനൊന്നും അത്ര വരില്ല. ഈ കാമദേവൻ്റെ കുടുംബത്തൊക്കെ ആരെങ്കിലും കല്യാണം ക്ഷണിക്കാൻ വന്നാൽ കാമദേവൻ ചോദിക്കും അശ്വനീകുമാരന്മാരെ ക്ഷണിച്ചിട്ടുണ്ടോ ചോദിക്കും. ഉവ്വ് എന്ന് പറഞ്ഞാൽ കാമദേവൻ തലേന്നാളൊന്ന് പോയി പോരും. എവിടെ? കല്യാണ വീട്ടിൽ. പിറ്റേന്നാൾ പോവില്ല. എന്താ കാരണം? ഇത് രണ്ടും കൂടി പിറ്റേന്ന് രാവിലെ കസാരയിൽ ഇരുന്ന് കണ്ടാൽ ഏത് കാമദേവനൊന്നുമില്ലേ, അപ്പം ഉള്ള വില പോകൂലോ. അപ്പം തലേന്നാളും പിറ്റേന്നാളും പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മിച്ചെടുക്കണ്ടേ? അതാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എവിടെയെങ്കിലും പോയി പറയേണ്ട. അങ്ങനെയൊക്കെ കല്യാണം ക്ഷണിച്ച കഥയൊക്കെ പുസ്തകത്തിലുണ്ടെന്നൊന്നും. എന്ന് വെച്ചാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അത്രയ്ക്ക് സുന്ദരന്മാരാണ് ആരെ? ഈ പറയുന്ന അശ്വിനീകുമാരന്മാർ. അശ്വിനാവിവരൂപേണ, ആ അശ്വിനീകുമാരന്മാരെ പോലെ ഉണ്ട് കണ്ടാൽ. അത്രയ്ക്ക് ഭംഗിയുണ്ട് കുട്ടികളെ കണ്ടാൽ. ഔ സമുപസ്ഥിത യൗവനവും, യൗവനൊന്നും ആയിട്ടില്ല, സമുപസ്ഥിത യൗവനം കൗമാരപ്രായമാണെന്നർത്ഥം. കൗമാരത്തിലേക്ക് കടന്ന കുട്ടികളാണ്, ബാല്യം വിട്ട കുട്ടികൾ. അപ്പോൾ ആരെ കണ്ടപ്പോൾ തോന്നുക എന്തോ ഒരു യാദൃച്ഛികമായിട്ട് ഭൂമിയിൽ വന്ന ദേവന്മാരാന്നാ തോന്നണേന്നും പറഞ്ഞു. എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോണ വഴിയിൽ വഴിതെറ്റി ഭൂമിയിലെത്തിപ്പോയി. നമ്മുടെ രാമനാട്ടുകാരെത്തി ആര്? ദേവന്മാർ. പെട്ടെന്ന് അങ്ങനെ നമ്മുടെ അങ്ങാടിയിൽ വെച്ച് ദേവന്മാരെ കേട്ട എന്താ പടേ വഴി എത്തിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ദേവന്മാർ ഭൂമിയിൽ വന്നാൽ എങ്ങനെയാവും ഉണ്ടാവുക? അങ്ങനെ തോന്നണോ ആരെ കണ്ടിട്ട്? ഇപ്പം ഏതാണ്ട് ഈ കുട്ടികളെ ഇപ്പം നമ്മൾ പിന്നെ കുറേ കാലമായിട്ട് ഇങ്ങനെ കൂടെ കാണുകൊണ്ട് തോന്നില്ല. അന്യന്മാർക്കാണ് എന്ത് തോന്നുക? ഇപ്പോൾ നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കൊന്നും കണ്ടാൽ എന്ത് തോന്നാനാ? എന്താ അന്യനാട്ടിൽ ചെന്നാൽ അവർ അയ്യോ തിരുമേനി മെലിഞ്ഞൂലോ, ഓ വല്ലാത്ത ജാതി മേലിയല്ലേ കണ്ടില്ലേ? ഇല്ലെങ്കിൽ പറയും ആ തടിച്ചൂലോ, കണ്ടൊക്കെ അത്ര ഉണ്ടാവും. നമുക്കറിയാൻ പറ്റുന്നില്ല എന്ത് മെലിഞ്ഞത്. അങ്ങനല്ലേ? എപ്പോഴും കാണുന്നവർക്ക് ഭംഗിയില്ലായി ഒന്നും മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേഗം ജനക മഹാരാജാവ് ഇതിനു മുമ്പ് ആരെയും കണ്ടിട്ടില്ല, കുട്ടികളെ കണ്ടിട്ടില്ല, അവരുടെ കൂടെ പെരുമാറിയിട്ടില്ല, അവരുടെ കൂടെ ഇടപഴകിയിട്ടില്ല. അപ്പം ആദ്യമായിട്ട് ഒരാൾ ഈ കുട്ടികളെ കണ്ടാൽ എങ്ങനെയാണ് കാണുക എന്നുള്ള കാഴ്ചയാണ് ജനകൻ്റെ കണ്ണിൽ കൂടി രാമനെയും ലക്ഷ്മണനെയും നമുക്ക് കാണിച്ചു തന്നത്. എന്താ വെച്ചാൽ നമ്മൾ കാണാൻ വഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇവരുടെ കൂടെ കുറച്ച് ദിവസമായില്ലേ, ഈ കുമാരന്മാരുടെ കൂടെ നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഇങ്ങനെ നടക്കണോ? വാൽമീകിയുടെ കൂടെയാണെങ്കിൽ നമ്മളങ്ങനെ. അപ്പം അതിൻ്റെ ഒരു ഭാവം അങ്ങോട്ട് കിട്ടായണ്ട. അത് കിട്ടാനാണ് ഇപ്പോൾ വാൽമീകി ഈ വിധത്തിൽ ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പറയുകയും ചെയ്തു, അതുകൊണ്ടേ ഔ ഭൂഷയണ്ടാവിമം ദേശം ചന്ദ്രസൂര്യമിവംബരം, സൂര്യനും ചന്ദ്രനും കൂടി ഇങ്ങനെ ഒന്നിച്ചുദിച്ച് നിൽക്കണ മാതിരി ഉണ്ട് എന്നൊക്കെ പറയുക. കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഔ അല്ല എന്തല്ലേ ആ മിടുക്ക്. അങ്ങനെ പറഞ്ഞപ്പം ചോദിച്ചു, എന്താ ഈ കുട്ടികളുടെ മിടുക്ക് ആരാ അപരപ്പെടുത്തെ? നിവേദയൻ മഹാത്മാനൗ പുത്രവും. അപ്പം രാജാവിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, കുട്ടികൾ രണ്ടാളും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. അതാണ് പുത്രൗ ദശരഥസ്യതൗ, രണ്ടുപേരും മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. ഞങ്ങളിപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് എന്താ യജ്ഞമൊക്കെ കഴിഞ്ഞു, 6 ദിവസം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളും മിടുക്കന്മാരൊക്കെ നേരിയൊക്കെ താടകയൊക്കെ നേരി. താടകയൊക്കെ ഒന്ന് വലിയ പ്രസിദ്ധമാണ്, എല്ലാ കരിമ്പട്ടികയിലുള്ളതാണേ. ആര്? താടകയൊക്കെ അന്ന് മറ്റേ ജാതിയിൽ രണ്ടാം തരക്കാരുടെ കൂട്ടത്തിൽ എപ്പോഴും ആദ്യം പറയുന്ന ആളാണ് താടക. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ താടകയൊക്കെ കൊന്നു, ആ കാടൊക്കെ നേരെയൊക്കെ ഒരു ദിവസം അവിടെ താമസിച്ചു. ആൾക്കാർക്കൊക്കെ അവിടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാവുന്ന വിധാക്കി. പിന്നെ പിറ്റേന്നാൾ പോകുന്നു, അവിടെ യജ്ഞമൊക്കെ രക്ഷിച്ചു. 6-7 ദിവസം യജ്ഞമൊക്കെ ഉണ്ടായി. അതിലാണ് ഈ മറ്റവരെ രണ്ടാളെ എന്ത് ചെയ്തു? മരീചനെയും സുബാഹുവിനെയൊക്കെ നേരെയാക്കി. ചെറിയ കുട്ടികളെ. അപ്പോൾ ജനകം എങ്ങനെ നോക്കുക? കുട്ടികൾ തന്നെ എന്നും പറഞ്ഞു തോന്നില്ല കേട്ടോ. എന്ത് ഈ ജാതി പരാക്രമമൊക്കെ കുട്ടികൾ കാണിച്ചു. മഹാവീരന്മാരാണ്. ആര് പറഞ്ഞു? ഈ മഹാത്മാവായ അതെ നോക്കൂ. ഈ കുട്ടികളെ പരിചയപ്പെടുത്താൻ എന്താ പറയുക? രാമൻ മിണ്ടിയോ? ലക്ഷ്മണൻ മിണ്ടിയോ? ഇല്ല. ആരാ പറയണത്? അതായത് നമ്മളൊരു കടലാസ് ഒപ്പിട്ട് വാങ്ങുമ്പം ആ കടലാസ് ഒപ്പിട്ടത് ആരാ നോക്കിയിട്ടാ വില. അപ്പം നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? എന്താ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? ആ കടലാസ് നോക്കും അതിൻ്റെ ഇടയിൽ. ശരി നോക്കും, ശരിയല്ലേ ഇത്? അപ്പം വിശ്വാമിത്ര മഹർഷിയാണ് ഇവരുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണതേ. ആരുടെ?
ഒരു വലിയ ഗുരുനാഥൻ മഹാത്മാവാണ് ആരെ പരിചയപ്പെടുത്തുന്നത്? മിടുക്കന്മാർ, കുട്ടികൾ താടകയെ നേരിയാക്കി ഇല്ലേ? ഈ മറ്റേ രണ്ട് രാക്ഷസന്മാരെയൊക്കെ സുബാഹുനി മാരീചന്മാരെയൊക്കെ പറത്തി വിട്ടു, ഒരുത്തിനെ കൊന്നു. അങ്ങനെയൊക്കെ പരണ വഴിക്കേ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലും കയറി വേണ്ടതൊക്കെ നേരിയാക്കിയിട്ടാണ് വരണത് എന്നും പറഞ്ഞു. ആര് പറഞ്ഞു? വിശ്വാമിത്രർ ഉണ്ടായ കാര്യമൊക്കെ ഒന്ന് ചുരുക്കത്തിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി എല്ലാവർക്കും. അപ്പം ജനക മഹാരാജാവ് സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൗതുകമായിട്ട്, കൂടെ ആരുണ്ട് ജനകൻ്റെ കൂടെ? അത് മറന്നു. ശതാനന്ദ മഹർഷി ഉണ്ടേ. ഈ ശതാനന്ദ മഹർഷി ഇത് കേട്ടപ്പോൾ സന്തോഷമായിട്ട് തസ്യ തദ്വചനം ശ്രുത്വാ വിശ്വാമിത്രസ്യ ധീമത ഹൃഷ്ടരോമാ മഹാതേജ ശതാനന്ദോ മഹാതപാഹ. ഈ ഒടുക്കം പറഞ്ഞ വർത്തമാനം കേട്ടപ്പം എന്താ ഒടുക്കം പറഞ്ഞത്? ഒടുക്കപ്പം എന്താ പറഞ്ഞത്? ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലും ചെന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹല്യാദേവിയുടെ വിഷമൊക്കെ തീർത്ത് ആ വഴി വരികയാണേ എന്ന് പറഞ്ഞപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഹൃഷ്ടരോമ പറഞ്ഞ അർത്ഥം എന്താ? മനസ്സങ്ങോട്ട് സന്തോഷം നിറഞ്ഞപ്പോഴേ ദേഹത്ത് രോമമൊക്കെ ഇങ്ങനെ രോമാഞ്ചം ഉണ്ടായി. ഈ രോമാഞ്ചം എപ്പോഴാണ് ഉണ്ടാവുക? രോമാഞ്ചം ഉണ്ടാവുക എപ്പോഴാണ്? രോമാഞ്ചം എപ്പോഴെങ്കിലും നമുക്ക് രോമാഞ്ചം ഉണ്ടാവണമെങ്കിൽ ഉള്ളിൽ തട്ടി എന്തെങ്കിലും നടക്കുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഉള്ളിൽ തട്ടി വെച്ചാൽ എന്താ അർത്ഥം? ഹൃദയത്തിൽ സ്പർശിച്ച എന്തെങ്കിലും ഒരു സംഭവം കേട്ടാൽ, ഗുരുവായൂരപ്പൻ എന്നെ അങ്ങോട്ട് അനുഗ്രഹിച്ചു എന്നൊരു ഭക്തൻ പറയുന്നത് കേട്ടാൽ, ഭക്തി ഉള്ളവനാണെങ്കിൽ എന്തുണ്ടാവും? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി. അപ്പം എന്ത് വരും? അത് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എന്ത് രോമാഞ്ചം ഉണ്ടായി എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഹൃദയത്തിൽ ആ ഒരു പറഞ്ഞ ഭക്തിയുടെ ഭാവം ഹൃദയത്തിൽ സ്പർശിച്ചു, സന്തോഷമായി എന്നർത്ഥം. അതുപോലെ സ്നേഹമാണെങ്കിലും ഉണ്ടാവും ചിലപ്പം. അപ്പം അങ്ങനെ ഉണ്ടാവും. അപ്പം അതാണ് രോമാഞ്ചം ഉണ്ടായി. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ അപ്പം ആ പറഞ്ഞ വാചകം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ തട്ടിയിട്ടുണ്ട്. ആരുടെ ഉള്ളിൽ? ശതാനന്ദ മഹർഷി ഹൃഷ്ടരോമാ മഹാതേജ ശതാനന്ദോ മഹാതപാഹ. മഹാതാപസനാണെങ്കിലും ഈ ഒരു വിവരം കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം അദ്ദേഹം മറച്ചു വെച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ഈ സന്തോഷം തോന്നാൻ കാരണം? താടകയെ കൊന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നേണ്ടതാണ്, നാട്ടുകാർക്കൊക്കെ തോന്നിയതാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ഉണ്ടായതിനേക്കാളും സന്തോഷം ഇത് കേട്ടപ്പോഴാണ് ഉണ്ടായത്. ഏത്? ഈ കുടുംബത്തെ കാര്യം. ഏത് വാസ്തവം പറഞ്ഞാൽ എന്താണ് കാരണം എന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഗൗതമ മഹർഷിയുടെയും അഹല്യാദേവിയുടെയും പുത്രനാണ് ആര്? ശതാനന്ദൻ. ജനക മഹാരാജാവിൻ്റെ പുരോഹിതൻ ശതാനന്ദൻ ഗൗതമ മഹർഷിയുടെയും നമ്മുടെ അഹല്യാദേവിയുടെയും പുത്രനാണേ. അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോൾ കഷ്ടം തീർന്ന് നേരിയായി രണ്ടാളും ഒന്നിച്ച് അവിടെ കഴിഞ്ഞു കൂടുന്നുണ്ടെന്നുള്ള വർത്തമാനപ്പുറത്ത് അദ്ദേഹം ഇവിടെ പുരോഹിതൻ്റെ ജോലി ചെയ്യുകയാണല്ലോ. എവിടെ? രാജകൊട്ടാരത്തിൽ പൗരോഹിത്യ വൃത്തിയല്ലേ അദ്ദേഹത്തിന്. അപ്പം അവിടെ ഈ പണിയെടുക്കുമ്പോഴും കുടുംബത്തെ വിചാരം ആരുടെ ഉള്ളിലുണ്ട്? ആ കുമാരൻ്റെ ഉള്ളിലുണ്ട്, ആ മഹർഷിയുടെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം എന്താണെന്ന് നമുക്കറിയില്ല. നല്ല പ്രായമുള്ള ആളൊക്കെ തന്നെയാവും ചിലപ്പോൾ. വിശ്വാമിത്രൻ്റെ ഒപ്പത്തിനൊക്കെ പ്രായം ഉണ്ടാവുകയും നമുക്കറിയില്ല. ഏതായാലും ആ വർണ്ണനയൊന്നും നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് പറയുന്ന വർണ്ണനയൊന്നും ഇവിടെ കിട്ടണില്ല. അപ്പം ഏതായാലും ആ ശതാനന്ദ മഹർഷി ഗൗതമസ്യ സുതോ ജ്യേഷ്ഠതപസാ ദ്യോതിതപ്രഭ രാമസന്ദർശനാദേവ പരം വിസ്മയമാഗത. ആ ഗൗതമ മഹർഷിയുടെ മൂത്തപുത്രനായ ശതാനന്ദ മഹർഷി രാമൻ്റെ ഈ വരവും ഈ വർത്തമാനം കേട്ടപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് സന്തോഷിച്ചു. എന്നാൽ അദ്ദേഹം എന്തേ ചെയ്തു എന്ന് വെച്ചിട്ടോ, ശതാനന്ദൻ അടുത്തേക്ക് വന്നിട്ട് വിശ്വാമിത്ര മഹർഷിയോട് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, ഇനിയുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. വിശ്വാമിത്ര മഹർഷിയോട് ശതാനന്ദ മഹർഷി ചോദിക്കണേ. എന്താ ചോദിച്ചത്? അതെ, അപിതേ മുനിശാർദൂല മമ മാതാ യശസ്വിനി ദർശിത രാജപുത്രായ തപോ ദീർഘമുപാഗത. അതെ മഹർഷീശ്വര. ആരെ വിളിച്ചു? വിശ്വാമിത്രരെ, മഹർഷീശ്വര. അതെന്താ ഉണ്ടായിച്ചാൽ മമ മാതാ യശസ്വിനി, എൻ്റെ അമ്മ സൽപ്പേരുള്ളോള്. ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എന്ത് പേരാപ്പുള്ളത് അമ്മയ്ക്ക്? അല്ല, വെറുതെ അങ്ങനെ പരിഹസിക്കാൻ പറഞ്ഞതല്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്ന സ്ഥിതിക്ക് എന്ത് പേരല്ല ഉള്ളത്? അഹല്യയ്ക്ക് ഒരു സൽപ്പേരിൻ്റെ നില ഇപ്പം ഉണ്ടായി. പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയതൊരു സൽപ്പേരിൻ്റെ നിലയല്ല. ഒരു ചീത്തത്വം ചെയ്ത കൂട്ടത്തേക്കല്ലേ നമ്മൾ പെടുത്തിയത്. അപ്പോഴും ഈ മകനായ മഹർഷി ചോദിക്കുന്നത് എന്താണ്? മമ മാതാ യശസ്വിനി, എൻ്റെ അമ്മ സൽപ്പേരുള്ളോള്. അതെ, ആ അമ്മ ഉണ്ടല്ലോ ദർശിത രാജപുത്രായ, എൻ്റെ അമ്മയെ ഈ രാജകുമാരന്മാർക്ക് കാണിച്ചു കൊടുത്തില്ലേ മഹർഷി അങ്ങ്? ആരോടാ ചോദിക്കണത്?
അങ്ങാണല്ലോ അവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടികളെ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തില്ലേ അങ്ങ് നല്ലോണം? തപോ ദീർഘമുപാഗത, എത്ര കാലമായി അമ്മ ഇങ്ങനെ തപസ് ചെയ്യണോ അവിടെ? അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അഭിരാമേ മഹാഭാഗ്യേ മമ മാതാ യശസ്വിനി. പിന്നെ അത് തന്നെയാണ് പറയണേ കണ്ടോ. ആദ്യം ഒരു തവണ പറഞ്ഞാൽ പോരെ, രണ്ടാമത് എടുത്ത് പറഞ്ഞു നോക്കൂ ചോദിക്കണോ. അതായത് അഭിരാമേ മഹാഭാഗ്യ മമ മാതാ യശസ്വിനി, എൻ്റെ അമ്മയില്ലേ സൽപ്പേരുള്ളോളൂ എൻ്റെ അമ്മ. ആ അമ്മ ഈ രാമൻ്റെ നേരെ വന്യൈരുപാഹരൽ പൂജാം പൂജാരിഹേ സർവദേഹിനാം. എല്ലാ ജീവജാലങ്ങളൊക്കെ നാഥനായ ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമിയുടെ പാദത്തിൽ എൻ്റെ അമ്മ കാട്ടിൽ കിട്ടിയ നല്ല നല്ല പഴങ്ങളും വേണ്ട സാധനങ്ങളൊക്കെ വെച്ച് തൊഴുത് സൽക്കരിച്ച് നമസ്കരിച്ചില്ലേ അമ്മേ? അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? ആരോട് ചോദിച്ചു? അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? ആരോട് ചോദിച്ചു? വിശ്വാമിത്രരോട്. എന്നിട്ട് പറയണേ, ആപ്പി ചോദ്യം കഴിഞ്ഞിട്ടില്ല. ആപ്പി രാമായ കഥിതം യഥാവൃത്തം പുരാതനം മമ മാതുർമഹാതേജോ ദേവേന ദുരനുഷ്ഠിതം. അങ്ങ് പറഞ്ഞു കൊടുത്തില്ലേ രാമന്? എൻ്റെ അമ്മയ്ക്ക് ആ ദേവേന്ദ്രൻ കാരണം ഉണ്ടായ ദുരിതമൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? കൊടുത്തുണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും എന്ന് പറയും. അപ്പം ഈ കൗശിക കഴിഞ്ഞിട്ടില്ല. പിന്നെ ചോദിക്കുക, അതെ കൗശികൻ വിശ്വാമിത്രരെ. അതെ വിശ്വാമിത്രരെ. അപ്പം ഈ കൗശിക ഭദ്രം തേ ഗുരുണാ മമ സംഗത മമ മാതാ മുനിശ്രേഷ്ഠ രാമസന്ദർശനാദിത. അങ്ങനെ രാമൻ വന്നതിൻ്റെ ശേഷം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വിഷമം തീർന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചായില്ലേ? മഹർഷീശ്വര അങ്ങ് അതൊക്കെ കണ്ടില്ലേ? സംശയം ചോദിക്കുകയാണേ എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല. പിന്നെയും ചോദ്യം. അഭിമേ ഗുരുണാ രാമ അല്ലേ രാമ പൂജിത കുശികാത്മജ അല്ലേ വിശ്വാമിത്രരെ. എൻ്റെ അമ്മയും അച്ഛനും കൂടിയല്ലേ ഈ രാമകുമാരനെയും ലക്ഷ്മണകുമാരനെയും ബഹുമാനിച്ച് പൂജ കഴിച്ചത് അല്ലേ ഉണ്ടായത്? യാഗതോ മഹാതേജാഹ പൂജാം പ്രാപ്തോ. അവർക്ക് പൂജ കഴിക്കേണ്ടതാണ്. മഹാമിടുക്കന്മാരാണ് ഈ കുമാരന്മാർ. ചെയ്തിട്ടുണ്ടാവുകയായിരിക്കും. എനിക്ക് വേറെ സംശയം കൂടി ഉണ്ട്. ആപി ശാന്തേന മനസാ ഗുരുർമേ കുശികാത്മജ. വിശ്വാമിത്രരെ, എൻ്റെ അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തായില്ലേ? ആരുടെയും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ലേ നമുക്ക്? പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തോന്നും. അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി ഉണ്ടാവൂലേ അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായില്ലേ ചോദിച്ചു. മാത്രമല്ല എന്താ വെച്ചാലേ ഇഹാഗതേന രാമേണ പ്രയതേന അഭിവാദിത. അങ്ങനെ രാമനൊക്കെ വന്ന് അഭിവാദ്യം ചെയ്തപ്പോൾ എന്താ ചെയ്യാലും അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ടാവും ഇല്ലേ മഹർഷേ? അങ്ങനെ ഉണ്ടായില്ലേ ചോദിച്ചു. പിന്നെ എന്താണെന്നറിയൂ, ഇതൊക്കെ ഒന്ന് ഒരു മോഹം കൊണ്ടാണ് ചോദിക്കണത് കേട്ടോ. ഈ ചോദ്യങ്ങൾ ഓരോന്ന് ശ്വാസം വിടാണ്ടാണ് ആര് ചോദിച്ചത്? വിശ്വാമിത്രർക്ക് ഒരു മറുപടി പറയാനുള്ള പഴുത് കൊടുക്കാൻ ഒരു ഒറ്റ ശാസ്ത്രമാണ് 5-6 ചോദ്യം അങ്ങോട്ട് ചോദിച്ചതാര്? ശതാനന്ദൻ്റെ ചോദ്യത്തിൻ്റെ ഒരു വ്യഗ്രത നോക്കൂ. വ്യഗ്രത ശാന്താർത്ഥം ധൃതിയിൽ ഒരു 5-6 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു മഹർഷിയോട് വിശ്വാമിത്രരോടെ. വിശ്വാമിത്രർ ഇത് കേട്ടപ്പം അതിന് മറുപടി എന്താ പറഞ്ഞതെന്നറിയൂ? അദ്ദേഹം പരത്തി പറയാൻ നിന്നില്ല. അദ്ദേഹം പറഞ്ഞു, നാതിക്രാന്തം മുനിശ്രേഷ്ഠ യത് കർത്തവ്യം കൃതം മയ. അങ്ങ് പറഞ്ഞതൊന്നും ഞാൻ മറികടന്നിട്ടില്ല, വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിക്രാന്തം മറികടക്കുക. അങ്ങ് പറഞ്ഞതിൽ മറികടക്കുക വെച്ചാൽ ഈ ഓരോന്ന് ചോദിച്ചില്ലേ, ചോദിച്ചതൊക്കെ ചോദിച്ച മാതിരി ചെയ്തിട്ടുണ്ട്. അതിലേറെ അതിൽ കുറഞ്ഞും ഒന്നും ചെയ്യേണ്ടായില്ല, ഒക്കെ വേണ്ട മാതിരി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കേണ്ട. സംഗതം മുനിനാഭഗ്നി ഭാർഗവേണേ വരേണുകാന്നും പറഞ്ഞു. ആ മഹർഷി ഗൗതമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുകൂടി സംഗതം ചേർന്നിട്ടുണ്ട്. പണ്ട് രേണുക ജമദഗ്നിയോട് ചേർന്ന മാതിരി എന്നും പറഞ്ഞു കൊടുത്തു. അതും ഒരു ജാതി ഉപമയാണ്. ആ ചേർച്ച നമ്മൾ പറഞ്ഞൊരു വല്ലാത്ത ചേർച്ച തന്നെയായിരുന്നു. രണ്ടാളും കൂടി തൽക്കാലം ഒരു അന്തലിയാത്ത പിന്നെ രണ്ടാമത് ചേർന്നതാണ്. അങ്ങനെ ചേർന്നു എന്നും പറഞ്ഞു. ഇവിടെ നമ്മളൊരു ലേശം ഒരു കാര്യം ചിന്തിക്കണം. അതായത് ഇത്രയും കേട്ടപ്പം അതും കൂടി കേട്ടിട്ട് പറയാം. തച്ഛ്രുത്വാ വചനം തസ്യ വിശ്വാമിത്രസ്യ ധീമത ശതാനന്ദോ മഹാതേജ രാമം വചനമബ്രവി. ഇത്രയും മഹർഷിയും ശതാനന്ദനും കൂടി ഉണ്ടായ വർത്തമാനം. അപ്പോൾ ശതാനന്ദ മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് വിശ്വാമിത്ര മഹർഷി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പം ഈ മഹർഷിയുടെ ഉള്ളൊന്ന് സന്തോഷിച്ച് തണുത്തു. ആരുടെ? ശതാനന്ദ മഹർഷിയുടെ. എന്നിട്ട് അദ്ദേഹം സന്തോഷമായിട്ട് ഇപ്പം ആരുടെ നേരെ തിരിഞ്ഞു?
ഇത്രയും നേരം രാമനോടും ലക്ഷ്മണനോടും മിണ്ടിയിട്ടില്ല, മഹർഷിയോട് വർത്തമാനം പറഞ്ഞ് ഇത്രയും വർത്തമാനത്തിന് നല്ലൊരു മറുപടിയാണ് കിട്ടിയത്. ആ മറുപടി കിട്ടിയപ്പോഴാണ് ഇദ്ദേഹം രാമൻ്റെ നേരെ തിരിഞ്ഞിട്ട് രാമനോട് പറഞ്ഞു, സ്വാഗതം തേ നരശ്രേഷ്ഠ ദിഷ്ട്യാ പ്രാപ്തോസി രാഘവ. ഹേ രാഘവ, സ്വാഗതം തേ, അങ്ങേക്ക് ഞങ്ങൾ സ്വാഗതം പറയുകയാണ്. ദിഷ്ട്യാ പ്രാപ്തോസി, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ സാധിച്ച, ഞങ്ങൾക്കതൊന്നും തരാവില്ല. അപ്പം ഈ മഹർഷി ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലേ നമ്മൾ കണ്ടത്, ഇനി നമ്മൾ കാണുമോ? ദിഷ്ട്യാ പ്രാപ്തോസി രാഘവ വിശ്വാമിത്രം പുരസ്കൃത്യ മഹർഷിം അപരാജിതം. വിശ്വാമിത്രരുടെ മുമ്പിലാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും അപരാജിതനാണ്. ആര്? അതൊരു പ്രയോഗം കേട്ടോ, കണക്കാക്കി വെച്ചോളൂ. ആ വിശ്വാമിത്രരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അപരാജിതൻ. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പരാജിതരുന്നാണ്. എന്താ കാരണം? എപ്പോഴല്ല, പലതിലും നമ്മൾ എന്ത് ചെയ്യും? മതി, വേണ്ട. 10ാം ക്ലാസ് 16 തവണ എഴുതി, മതി. എന്ത് ഉണ്ട്, മടുത്തു. ഒന്നും കൂടി മനസ്സിട്ട് ചിലപ്പോൾ 17ാമത്തേത് വിട്ടരുത്. നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും തോറ്റാൽ എന്ത് ചെയ്യണം? തോറ്റാൽ ആ പറമ്പിക്ക് കയറാതെ അപ്പുറത്തെ റോഡിന് 2.5 കിലോമീറ്റർ അധികം നടന്ന് എങ്ങോട്ടെങ്കിലും പോകണം. ഇതല്ലേ പതിവ്? ചെയ്യരുത്. എവിടെയെങ്കിലും തോറ്റാൽ അത് അവിടെ കണക്കാക്കി വെച്ച് പോയിട്ട് അവിടെ തന്നെ വന്ന് പിന്നെ ജയിച്ച് തിരുത്തി പറയിച്ച് പോകണം. അതാണ് എന്ത്? അതാണ് അന്തസ്സം, മിടുക്ക്. ശരിയല്ലേ ഇത്? മഹർഷി വിശ്വാമിത്രർ അങ്ങനെയുള്ള ഒരാളാണ്. തോറ്റ ദിക്കിലൊക്കെ അദ്ദേഹം അനവധി തോറ്റ ആളാണ്. ആര്? വിശ്വാമിത്രർ. പക്ഷേ ആ തോറ്റയിടത്തൊക്കെ അദ്ദേഹം വീണ്ടും പലതവണ ജയിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇപ്പം ഈ നിലയിലെത്തി. ഇപ്പം കണ്ടില്ലേ, എല്ലാവരും കണ്ട അദ്ദേഹത്തെ എണീറ്റ് നിന്ന് തൊഴണണ്ടില്ലേ? എന്തുകൊണ്ട്? അതാണ് നമ്മൾ തുടക്കത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞു പണിയെടുത്തുണ്ടാക്കിയതാണെന്ന്. എങ്ങനെ? അച്ഛനാനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പല്ല. ആർക്ക്? അച്ഛനാനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പലപ്പോഴും നമ്മളൊക്കെ ഓരോ ദിക്കിലെത്തി എങ്ങനെയാണെന്നറിയോ? അച്ഛൻ്റെ ശുപാർശ, അമ്മയുടെ ശുപാർശ, അമ്മാവൻ കുറേ കേമനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുപാർശ, പിന്നെ നാട്ടിലുള്ളവരുടെ ശുപാർശ, ഇങ്ങനെ പലരുടെയും ഔദാര്യത്തിൽ നമ്മൾ മുമ്പിക്കും കയറി പോകും ചിലപ്പോൾ ഒക്കെ. അതല്ലാതെ എന്ത് ചെയ്യും? അവനവൻ്റെ മിടുക്കലും കയറിപ്പോവും. വിശ്വാമിത്രരുടെ ഏത് മിടുക്കലാണ് കയറിപ്പോയത്? അച്ഛൻ്റെ അമ്മയുടെയും മഹിമ പറഞ്ഞിട്ട് ആ ഒരു പാരമ്പര്യത്തിൻ്റെ മിടുക്ക് പറഞ്ഞിട്ടല്ല, സ്വപ്രയത്നം കൊണ്ടാണ്. എന്തിൽ? സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് വലിയ നിലയിലെത്തിയ ആളാണ് ആര്? മഹാത്മാ. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം അപരാജിതൻ എന്ന് പറയാൻ കാരണം. അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ, ഈ മഹാത്മാവ് എന്താ സന്തോഷമായി. ഏതായാലും നോക്കൂ രാമ, നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ വേറെ ആരുമില്ല. എന്താ കാരണം എന്നറിയോ? നാസ്തി ധന്യതരോ രാമ ത്വന്യോ ഭൂവി കശ്ചന. രാമ, എന്നെപ്പോലെ ഒരു ഭാഗ്യം ചെയ്ത ഒരുത്തൻ ഭൂമിയിൽ വേറെ ഇല്ല കേട്ടോ. എന്താ കാരണം? എന്താ കാരണം? നാരെ നിൽക്കണത് കൂടെ നിൽക്കണ മീശയിൽ തടിയില്ല ആളാരാ? അതാര്? ഇവർക്കതില്ലല്ലോ. ആർക്ക്? രാമനും ലക്ഷ്മണനും ചെറിയ 10-12 വയസ്സായ കുട്ടികളല്ലേ. അവരുടെ കൂടെ നിൽക്കണ കാരണവരാരാ? വിശ്വാമിത്ര ഋഷി എങ്ങനെയുള്ള ആളാണ്? എന്തായിരിക്കും അദ്ദേഹം ഇപ്പം നോക്കൂ. ആ കാവ്യമുണ്ടൊക്കെ തട്ടി കൊടുത്ത് ചുറ്റിത്തോളത്തൊരു ഉത്തരിയൊക്കെ ഇട്ടിട്ട് താടിയും മുടിയും ഏതാണ്ടൊക്കെ നരച്ച് തുടങ്ങിയിട്ടും ഉണ്ടാവും. കയ്യിലൊരു യോഗതുണ്ട്, മറ്റേ കയ്യിൽ കമണ്ടലും തേജസ്സുള്ള കണ്ണും നെറ്റിയുമില്ല ഭസ്മും ആകെ കൂടി നോക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? കാഴ്ചേനെ ഒരു കാഴ്ചയല്ലേ അത്? അദ്ദേഹത്തിന് മുമ്പിലാണ് ചെറിയ കുട്ടികൾ, നല്ല പൂ പോലെയുള്ള എൻ്റെ കുട്ടികൾ ആരുടെ കൂടെ നിൽക്കണത്? അതാ പറയാം, രാമ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരുണ്ട്. എന്താ കാരണം എന്നറിയൂ? ഗോപത കുശികപുത്രസ്തേ യേന തപ്തം മഹത്തപ. നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ രക്ഷകൻ ആരാണ്? രക്ഷിതാവ് ആരാണ്? ഇപ്പം കുശികനന്ദനാണ്. ആര്? ഈ വിശ്വാമിത്രരെ അല്ലേ ഇപ്പം നിങ്ങളുടെ ലോക്കൽ ഗാർഡിയൻ? ആരുടെ? അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ കുട്ടികൾ ഇവിടെ എത്തിയത്. ഗോപത പറഞ്ഞ രക്ഷകൻ, നിങ്ങളുടെ രക്ഷകൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ലൊരു ഗുരുനാഥനെ കിട്ടിയല്ലോ. ഒരു നല്ല ഗുരുവിനെ കിട്ടുക എളുപ്പമല്ല. അങ്ങനെ കിട്ടുക ഗുരുക്കന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഉത്തമനായ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണേ. വല്ലാത്ത പാടാണ്. അത് കിട്ടിയല്ലോ. എങ്ങനെയാണ് കിട്ടിയത്? ഔദരീസ രാമനും ലക്ഷ്മണനും കൂടി പത്രത്തിൽ കൊടുത്തു. നല്ല ജാതി ഗുരുക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് അപ്ലിക്കേഷൻ തന്നോളൂ, നോക്കിയെടുക്കാമല്ലോ നമുക്ക്. അങ്ങനെ പത്രത്തിൽ കൊടുത്തിട്ട് കിട്ടിയതാ. എങ്ങനെയാണ് കിട്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് കിട്ടിയത്? അതൊക്കെ മറന്നു. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയത് എങ്ങനെയാ? അദ്ദേഹം ഇങ്ങോട്ട് വന്നതാ കൊട്ടാരത്തേക്ക്. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്തത്? ഇല്ല പോയിക്കോളൂ കേട്ടോ, ഇവിടെ ജാതി ഇല്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞയച്ചതാ. അവിടുന്ന് ശുണ്ഠി എടുത്തിട്ടാണ് കുട്ടികളെ പിടിച്ച് പറിച്ചാൽ കൊണ്ടുവന്നത്. വസിഷ്ഠരാണ് പിന്നെ അതിലെന്ത് ചെയ്തത്? ഇടപെട്ട് കാര്യം നേരിയാക്കിയത്. ഓർമ്മയുണ്ടല്ലോ.
അങ്ങനെ എന്തല്ലേ ഭാഗ്യല്ലേ മക്കളെ, നിങ്ങളുടെ ഭാഗ്യം. ഹേ രാമചന്ദ്ര അല്ലേ, ഉണ്ണിയെ, ലക്ഷ്മണ, നിങ്ങളെ പോലെ ഭാഗ്യമുള്ള കൂട്ടര്. ഓ എന്താന്നല്ലേ പറയേണ്ടത്. ഗോപത കുശികപുത്രസ്തേ ഏന തപ്പത. എന്തൊരു ജാതി തപസ് ചെയ്ത ആളായി മഹാത്മാവോന്നറിയോ? അറിയോ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വല്ലതും അറിയോ ചോദിച്ചു. ആരോട്? രാമനോട്. അപ്പൊ രാമൻ പറഞ്ഞു, നമുക്ക് അത്രയ്ക്ക് വലിയ കുറച്ച് നിശ്ചലത് ദേഹ പുഴയുടെ കരയിലിരിക്കുമ്പം പറഞ്ഞ കുശികന്റെയും കുശനാഭന്റെയും ആ 100 കന്യകമാരുടെയും അതിലുണ്ടായ ഗാധിപുത്രൻ്റെയും അതിൽ ഓപ്പോള് സത്യവതി ഓപ്പോളിൻ്റെയും പുഴയായി പോയി അതിൻ്റെയൊക്കെ കഥ കുറച്ച് ലേശം അദ്ദേഹം ഒരു വക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ചെറിയ വക്കാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്. അതേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. പിന്നെ അച്ഛൻ്റെ അടുത്തിരുന്ന് കുറെ കഥ കേട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല അവിടെ. വാ, അങ്ങനെ ഒരു ഭാഗം മുമ്പ് കണ്ടില്ലല്ലോ. ഇപ്പം വിശ്വാമിത്രർ വന്നതിൻ്റെ ശേഷമല്ലേ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയാട്ടോ. ആര് പറയാൻ തുടങ്ങി? ശതാനന്ദൻ കഥ പറയുന്നത് അവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ശതാനന്ദൻ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഭാഷ നോക്കൂ. അദ്ദേഹം ഒരു വലിയ മഹർഷിയാണ്, സാധാരണക്കാരനല്ല, ഒരു ചെറുപ്പക്കാരൻ കുട്ടിയല്ല, പിന്നെ എന്തെല്ലാം ഒരു ലൗകികനല്ല. ലൗകികൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലൗകികം എന്നാൽ ലോകത്തിൽ അമ്മ, അച്ഛൻ, ഭാര്യ, കുട്ടികൾ, ഭർത്താവ്, ചോറുണ്ണ, കിടന്നുറങ്ങുക, പണിയെടുക്കുക. എൻ്റെ അച്ഛനമ്മ, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, പണിക്ക് പോവുക, വരിക, ചോറുണ്ണ, കിടന്നുറങ്ങുക, എപ്പോഴെങ്കിലും കുളിക്കുക, അത്രയൊക്കെ തന്നെ. പല്ല് തേക്കണമെങ്കിൽ വേണമെങ്കിൽ ആവാം. ഇങ്ങനെ വല്യപ്പം കുളി ഊണും തേവാരം അവനവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബത്തെ കാര്യങ്ങൾ കുടുംബം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ലൗകികന്മാരെന്ന് പറയും. അത്രയൊക്കെ ആയിട്ട് നടക്കണവർ. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാതെ ഈ തപസ്സും യജ്ഞം യാഗം ഹോമം യജ്ഞം ഇതൊക്കെ ആയിട്ട് നടക്കണവർ മുഴുവൻ ലൗകികന്മാരല്ല. അവരെന്താണ് കുറച്ചും കൂടി മാറിയ കൂട്ടരാ, കുറച്ച് ലൗകികത്വം അല്ല ഉണ്ട്. ഈ വിശ്വാമിത്രരാണെങ്കിൽ ഈ മഹർഷിയാണ്. ശതാനന്ദനോ അങ്ങനെ കുളിയും തേവാര അല്ലെങ്കിൽ ഒരു ഭാര്യ മക്കളുമായിട്ട് കുടുംബമായിട്ട് ജീവിച്ച് അങ്ങനെ പോണ ഒരു മഹർഷിയാണ് അദ്ദേഹം. ശതാനന്ദൻ മഹർഷിയാണേ, പുരോഹിതനല്ലേ. ആ മഹർഷി ഒരു ലൗകികനല്ലാതിരുന്നിട്ട് പോലും വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ച വർത്തമാനങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ. എന്താ ചോദിച്ചത്? 2 തവണയാണ് അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞത്? മമ മാതാ യശസ്വിനി. നമ്മൾക്ക് എല്ലാവർക്കും നിഷ്ഠുണ്ട്. യശസ്വിനിയുടെ സ്വരൂപമോ സ്വഭാവമോ പ്രവൃത്തിയോ അല്ല ആര് ചെയ്തത്? ഈ അഹല്യ ചെയ്തത്. അതുകൊണ്ട് അഹല്യയ്ക്ക് അങ്ങനത്തെ ഒരു യശസ്വിൻ്റെ കഥ ഇല്ലേനും. പക്ഷെ അദ്ദേഹത്തിന് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം 2 തവണ പറയാണ്ടിരുന്നപ്പോഴും ഈ ഒരു കാര്യം 2 തവണ പറഞ്ഞു അദ്ദേഹം. എന്ത്? മമ മാതാ യശസ്വിനി. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഏത് കുട്ടികൾക്കും അവനവൻ്റെ അമ്മയും അച്ഛനും യശസ്വിനികളും യശസ്വികളും ആവണമെന്നാണ് മോഹം. എല്ലാവരും അവനവൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് പറയുമ്പം വളരെ നന്നായിട്ടല്ലേ പറയുക, അല്ലേ പറയും? അങ്ങനെയാണ് പറയേണ്ടത്. നമ്മുടെ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചൊന്നും ഒരാളോട് പറയുമ്പോൾ എങ്ങനെ പറയാൻ പാടില്ല? മോശമായിട്ടൊന്നും ഒരിക്കൽ ആരോടും പറയരുത്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നന്നായിട്ട് പറയണം, നല്ല കാര്യങ്ങൾ. അമ്മയെക്കുറിച്ച് പറയുമ്പോഴും നല്ല കാര്യമേ പറയൂ. ആ കുട്ടി അല്ലെങ്കിൽ ഈ പുത്രൻ ശതാനന്ദൻ്റെ ഉള്ളിലത്തെ അല്ലെങ്കിൽ ഒരു പുത്രൻ്റെ മോഹം, ഒരു സന്താനത്തിൻ്റെ ഒരു പുത്രൻ്റെ പുത്രിയുടെ ഉള്ളിലെ മോഹമാണ് ആ പറഞ്ഞത്. അമ്മയും അച്ഛനും എപ്പോഴും അവരെന്നും ഒരു നന്മയുടെ വഴിയിൽ പോണവരും മാതൃകകളും ആവണം എന്നൊരു മോഹം 2 തവണ ചോദിച്ചത്. എന്നിട്ട് ചോദിച്ചത് എന്താണ്? എൻ്റെ അമ്മയുടെ നേരെ ആ ഇന്ദ്രൻ ചെയ്ത ദുഷ്ടത, ഇന്ദ്രൻ മാത്രമല്ല ദുഷ്ടത ചെയ്തത് നമുക്കറിയാം. എന്നാലും അമ്മയെക്കുറിച്ചൊരു ഒരു ഛായ പോലെ, ഒരു സൂചന പോലെ ആര് പറഞ്ഞില്ല? അങ്ങനെയാണ് വേണ്ടത്. നമ്മളങ്ങനെ ആരെക്കുറിച്ച് ചീത്തത്തം പറയരുത്. നമ്മുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ഒരു സംസ്കാരമായിട്ടിരിക്കണം. എന്താ കാരണം എന്നറിയോ? അവർ കാരണം നമുക്ക് ഇതൊക്കെ ഈ മറ്റം മാതിരിയും ജീവനും ജീവിതമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാനും ദുഷിക്കാനും പാടില്ല. പിന്നെ ചോദിച്ചത് എന്താണ്? രാമനെ കണ്ടൊക്കെ നേരിയായില്ലേ? അച്ഛനും അമ്മയും കൂടി ഒന്നിച്ച് കണ്ടില്ലേ? അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായില്ലേ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ ചോദിച്ചില്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ അവസാനം പറയാം അതിൻ്റെ കാര്യമെന്ന്. എന്തേ ചോദിച്ചതിൻ്റെ അർത്ഥം? അതിൽ പ്രത്യേകിച്ചൊന്നും അർത്ഥം പറയാണ്ട പോയാലും വിശേഷമൊന്നുമില്ല. പക്ഷേ ലേശം മനസ്സിലാക്കി വെക്കുക നല്ലത്. കാരണം എന്താ ചോദിച്ചാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാൽ ഈ അച്ഛനമ്മമാരുടെ യോജിപ്പും അവരുടെ പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും ആ ബന്ധത്തിൻ്റെ ദൃഢതയും ആരെ നല്ല രീതിയിൽ ബാധിക്കും? മക്കളെ നല്ല രീതിയിൽ ബാധിക്കും. അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിൽ നല്ല വർത്തമാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത്. പരസ്പര സ്നേഹവും ബഹുമാനമായിട്ടാണ് പെരുമാറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക പതിവില്ല, ചീത്തത്തം കാണിക്കുക പതിവില്ല, നിന്ദാപരായിട്ട് ശാപവാക്കുകൾ പറയാറില്ല.
സ്നേഹത്തോടെ പെരുമാറുന്നു. അല്ലെങ്കിൽ ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും വിഷമാണെങ്കിലും ക്ലേശമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവരെന്ത് ചെയ്യണു? ഒന്നിച്ചതിനെ ഒരേപോലെ ഇരുന്നിട്ട് അതിനെന്ത് ചെയ്യണു? നേരിടണു. ഒന്ന് വരുമ്പം, കഷ്ടം വരുമ്പം ഒരാൾ മറ്റേയാളെ കുറ്റം പറയുക, നന്മ ഉണ്ടാവുമ്പം ഒരാൾ അതിൻ്റെ മഹിമ പിടിച്ചെടുക്കുക. അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അപ്പം അതാരും മോഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥിതി. ശതാനന്ദനല്ല ഓരോ കുട്ടികളും. ശതാനന്ദനൊക്കെ പോട്ടെ, ശതാനന്ദൻ കാരണമാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വരുന്നതെന്ന് മാത്രം. ഇല്ല, അങ്ങനെയാണ് വിചാരിക്കുന്നത്. എത്ര പ്രായമായാലും ഒരു പുത്രനോ പുത്രിയോ വിചാരിക്കണത് ഏതാണ്? ഈ വിചാരം. അതിന് പ്രായമല്ലേ അതിന്. ശതാനന്ദൻ്റെ പ്രായം നമുക്കറിയില്ല. എന്തായാലും കുട്ടിയല്ല, ചെറിയൊരു രാമൻ്റെയോ ലക്ഷ്മണൻ്റെയോ മാതിരിയുള്ളൊരു 10-12 വയസ്സായ കുട്ടിയൊന്നും അല്ലല്ലോ. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രായം ഉണ്ടാവും. അത്രയ്ക്ക് പ്രായമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന്